ഹലോ ഗൈസ്, എല്ലാവർക്കും Mallustocktraderലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിലോട്ട് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചസിൻ്റെ ഈ ഒരു ഫണ്ട് സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഡയറക്റ്റ് INR ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിനകത്തേക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന മറ്റ് എക്സ്ചേഞ്ചസ്, അത് പറയുവാണെങ്കിൽ വാസിക്സ്, ബിനാൻസ്, അതുപോലെ തന്നെ വോൾഡ് പോലുള്ള എക്സ്ചേഞ്ചസിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം വാസിക്സിലൊക്കെ നമുക്ക് INR ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ P2P വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു P2P വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ഫണ്ട് നമ്മൾ വാസിക്സിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു ഫണ്ടായിരിക്കും നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെൽറ്റ അതിനൊരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയറാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണാം, കാരണം നമ്മൾ ചെറിയൊരു അഡ്രസ്സൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മൊത്തം ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വാസിക്സ് വഴിയായിരിക്കും സെൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ വോൾഡിലായാലും ബിനാൻസിലായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ വാസിക്സ് അക്കൗണ്ട് എടുത്തു. ഇതിനകത്ത് ഞാൻ ഫണ്ട് സെക്ഷനിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 4600 അടുത്ത് USDT ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് 59 USDT ഉണ്ട്. ഈ ഒരു 59 USDT ഞാൻ എൻ്റെ ഡെൽറ്റ എക്സ്ചേഞ്ചിലോട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, USDT എടുക്കാം. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോ എന്നിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വിഡ്രോ ഓപ്ഷനാണ്. അപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സും നെറ്റ്വർക്കും അതുപോലെ തന്നെ ആ ഒരു എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ഈ ഒരു അഡ്രസ്സ് നമ്മൾ ആക്ച്വലി ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിന്ന് പോയിട്ട് എടുക്കാൻ പോവാണ്. അത് എവിടെ കിടക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചസ് എടുക്കുക. അതിനകത്ത് നമുക്ക് മുകളിൽ വാളറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ USDT ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USDTയുടെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ USDTയുടെ ഈ ഒരു ഓപ്ഷൻ നെക്കി ഇവിടെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും ഡെപ്പോസിറ്റ്, വിഡ്രോ. അതായത് നമ്മൾ വാസിക്സിൽ വിഡ്രോ ആണ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതായത് സെലക്ട് കോയിൻ. നമുക്ക് ആക്ച്വലി USDT മാത്രമല്ല വേറെ കുറേ കോയിൻസ് നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ USDT എടുത്തു. എന്നിട്ട് സെലക്ട് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ERC20 ഉണ്ട്, അതുപോലെ തന്നെ BEP20 BSC ഉണ്ട്. നമ്മൾ നേരത്തെ അതിനകത്ത് നോക്കിയപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ, അതായത് ERC20 സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എതേറിയം നെറ്റ്വർക്കാണ്. അപ്പോൾ എതേറിയം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫീസ് എതേറിയം നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യം വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് നെറ്റ്വർക്ക് കൊടുത്തു, ERC20 എടുത്തു. അപ്പോൾ ഇവിടെ ആ ഒരു USDT അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ആ സൈഡിൽ നിന്നൊക്കെ കോപ്പി ചെയ്യാം. ഞാൻ വീണ്ടും വാസിക്സിലോട്ട് പോവാണ്. ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു കോഡ് അഡ്രസ്സ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ USDT എമൗണ്ട്, അതായത് ഞാൻ എൻ്റെ 59 USDT ഞാനിവിടെ വിഡ്രോ ചെയ്യാൻ പോകണം, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. വിഡ്രോൾ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ പറ്റും യു റിസീവ് 9 USDT, അതായത് 59 USDT ഞാൻ സെൻഡ് ചെയ്യുന്നതിന് എനിക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ കിട്ടാൻ പോകുന്നത് ഓൺലി 9 USDT ആണ്. ഇവിടെ ഫീസ് വരുന്നത് 50 USDT ആണ്. അത് ആക്ച്വലി ഒരു നല്ലൊരു കാര്യമല്ല, കാരണം നമ്മൾ അയക്കുന്ന ഒരു ഫണ്ടിൻ്റെ 50 USDT പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങളൊരു 5000 അല്ലെങ്കിൽ 10,000 ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വേറെ നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോകുന്നത് 50 USDT ഫീ ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മറ്റൊരു മാർഗ്ഗം ഇവിടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, അതായത് ചെറിയൊരു ഫീസിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു USDT ഞാൻ XRP ആയിട്ട് സെൻഡ് ചെയ്യാൻ പോവാണ്. കൺവേർട്ട് ചെയ്യാൻ പോവാണ്. XRP നിങ്ങൾക്ക് എന്താണെന്നറിയാം, അതായത് റിപ്പിൾ ആണ്. അപ്പോൾ റിപ്പിളായിട്ട് ഞാനിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ USDT എടുക്കുകയാണ്. ഇവിടെ മുകളിൽ ഇതിനകത്ത് XRP USDT എടുക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള USDT അല്ല, ഇപ്പോൾ XRP ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് 71.1 XRP കിട്ടും. ഞാൻ ലോസ്റ്റ് പ്രൈസ് കൊടുത്ത് ബൈ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളി എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള USDT ഞാൻ XRP ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓപ്പൺ ഓർഡേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു USDT നമ്മൾ XRP ആയിട്ട്, അതായത് റിപ്പിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം മെത്തേഡ് വഴി ഞാൻ
റിപ്പിൾ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിലോട്ട് സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വിഡ്രോ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് 2 സ്ഥലം വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ XRP വിഡ്രോ കൊടുത്തപ്പോൾ നമുക്ക് മെമോ എന്നിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇത് പേടിക്കേണ്ട, ഇത് 2 നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഞാനപ്പോൾ ഇതിനകത്ത് ഞാൻ ഡെപ്പോസിറ്റിൽ മാറ്റുവാണ്. ഇവിടെ നമുക്ക് XRP ഓപ്ഷൻ ഉണ്ട്. XRP ഓപ്ഷൻ എടുത്തു. ഇതിൽ ഞാൻ ഡെപ്പോസിറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ടാഗ് ഓർ മെമോ ഈസ് മാൻഡേറ്ററി, ഡെപ്പോസിറ്റ് വിത്തൗട്ട് ടാഗ് ഓർ മെമോ മേ ബി ലോസ്റ്റ്. അതായത് മെമോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് ഇവർ തരുന്നതായിരിക്കും. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ XRP അഡ്രസ്സ് നമുക്കിവിടെ കിട്ടി, അത് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ മെമോ വന്നിട്ടുണ്ട്, മെമോ കോപ്പി ചെയ്തു, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഞാനിവിടെ വിഡ്രോവോൾ, അതായത് എനിക്ക് 71 XRP ഉണ്ട്, ആ ഒരു 71 XRP ഞാൻ വിഡ്രോ ചെയ്യാണ്. ഓക്കെ, 71 XRP ഞാൻ വിഡ്രോ ചെയ്യുന്നതിന് എനിക്ക് അവിടെ കിട്ടുന്നത് 70.85 XRP ആണ്. അതായത് 0.25 XRP മാത്രമേ അവിടെ ഫീസ് ഉള്ളൂ. 0.25 XRP എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഓക്കെ, 0.25 XRP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 15 റുപ്പീസിൻ്റെ ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് 50 USDT ആയിരുന്നു, അത് എത്രയാണെന്ന് നോക്കാം. അതായത് നമ്മൾ XRP വഴി സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് 15 ഇന്ത്യൻ റുപ്പീസാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എത്തേറിയം നെറ്റ്വർക്കിൽ USDT സെൻഡ് ചെയ്യാൻ നോക്കി. ഇത് നമുക്ക് എത്ര വരും നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് 3736 രൂപ. അതായത് 15 രൂപയ്ക്ക് സെൻഡ് ചെയ്യുന്ന സാധനം നമ്മൾ 3736 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എത്തേറിയം നെറ്റ്വർക്കിൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആക്ച്വലി വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് വഴിയാണോ സെൻഡ് ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ചസിലെല്ലാം നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഇന്ത്യൻ റുപ്പി ആഡ് ചെയ്യുക, അതിനുശേഷം അത് ഒന്നെങ്കിൽ XRP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ചസിലോട്ട് സെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ്. റിമാർക്സ് ആയിട്ട് ചുമ്മാ ഗിഫ്റ്റ് എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഞാനപ്പോൾ ഇവിടെ കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡുവൽ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഓതൻറ്റിക്കേറ്ററിൽ ജസ്റ്റ് ആ ഒരു കോഡ് അടിക്കണം. ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് പ്രോസസ്സിങ് വിഡ്രോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ആക്ച്വലി അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ള മെയിൽ എനിക്ക് വന്നിട്ടുണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിന്ന്. ഡെപ്പോസിറ്റ് ഓഫ് 70.85 XRP ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമുക്കത് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാം. അപ്പോൾ ഞാൻ വാളറ്റ്സിലോട്ട് പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കിട്ടിയ XRP നമുക്ക് USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും വാളറ്റ്സിലോട്ട് പോവാണ്. ഇതിനകത്ത് നമുക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോ, അതുപോലെ തന്നെ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കൺവേർട്ട് ഓപ്ഷൻ വെക്കാം. ഇവിടെ നമുക്ക് മുകളിൽ BTC USDT എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് XRP USDT ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് XRP നമ്മൾ USDT ആയിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് താഴെ ട്രേഡ് നിൽക്കാം. ഇത് നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്, XRP സെല്ല് ചെയ്യാണ്. അപ്പോൾ ഫുൾ XRP അപ്പോൾ സെല്ല് ചെയ്ത് USDT ആയിട്ട് മാറ്റാണ്. നമുക്ക് USDT കിട്ടാൻ പോകുന്നത് 57.133 USDT ആയിരിക്കും. ഞാനവിടെ സെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു USDT you will get എന്ന് പറയുന്നത് 57.19 ആണ്. പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ആ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, ഓർഡർ ഫില്ലായിട്ടുണ്ട്. നമുക്ക് ആ ഒരു വിചാരിച്ച USDT നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇക്വിറ്റി ഓൾമോസ്റ്റ് 56.47 ആണ്. അതായത് ചെറിയൊരു XRP എമൗണ്ട് നമുക്കിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് USDT 56.47 ഇപ്പോൾ USDT ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.